ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പെട്ടെന്നൊരു വീഡിയോ എടുത്താണ് കേട്ടോ. ഒരു സോപ്പ് ഉണ്ടാക്കി നോക്കാനുള്ള ഭയങ്കര ആഗ്രഹം കൊണ്ട് എനിക്ക് കുറച്ച് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കറ്റാർവാഴയും കൂടെ വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ജ്യൂസ് എടുത്ത് വെച്ചേക്കുവാണേ. ഇതൊരു 10-15-20 മില്ലിയോളം ഉണ്ട് കേട്ടോ. ബാക്കി അവിടെ ഇരിപ്പുണ്ട്, വേറെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി സോപ്പ് ബേസ് എടുത്തിട്ട് നമ്മുടെ ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് ബേസിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സോപ്പാണ് കേട്ടോ ഇത്. ഞാൻ ഗോഡ് മിൽക്കിൻ്റെ ബേസ് അങ്ങനെ യൂസ് ചെയ്യാറില്ലായിരുന്നു, പക്ഷേ ഈ തവണ ഞാൻ ഗോഡ് മിൽക്കിൻ്റെ ബേസിൽ യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, എൻ്റെ ഒരു പുതിയ മോൾഡാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മോൾഡാണേ. പക്ഷേ റേറ്റ് ഉണ്ട്, പിന്നെ അതിനനുസരിച്ചുള്ള വലിപ്പം ഇല്ല. ഇത് എത്ര ഗ്രാമിൻ്റെ സോപ്പ് കിട്ടും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരു മോൾഡാണ് കേട്ടോ. 3D എഫക്റ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സാധാ നമ്മുടെ ഹണി കോമ്പിൻ്റെ ആ ഒരു മോൾഡും ആണ് ഞാൻ ഇതിനായിട്ട് എടുത്തേക്കുന്നത്. അധികം ബേസ് ചെയ്യുന്നില്ല, കുറച്ച് ചെയ്യുന്നുള്ളൂ. പക്ഷേ അത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നിലവിൽ ബേസ് സെറ്റായിക്കൊണ്ടിരിക്കുക. സെറ്റായി കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ. മിൽക്കിൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെയും നമ്മുടെ കറ്റാർവാഴയുടെയും കൂടെ ജ്യൂസ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊരു 30-35-40 മില്ലി ഞാൻ ചേർത്തിട്ടുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ്. അപ്പം ബേസ് നമുക്ക് ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ കളറ് കുറച്ച് കുറവായ പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ അതിൻ്റെ ഇത് ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഒരു ലൈറ്റ് ഷെയ്ഡാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഇതിനകത്തേക്കൊരു 50 ml ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്ര ശരിക്കും സോപ്പ് ബേസ് നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊന്ന് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. അപ്പം ഇനി ഇതിനകത്തേക്ക് നമുക്ക് വൈറ്റമിനിയുടെ ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കും അറിഞ്ഞുകൂടാ. അപ്പം വൈറ്റമിനിയുടെ ഡ്രോപ്സ് ഞാനൊരു 5-6 ml ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഗ്ലിസറിനും പിന്നെ നമ്മുടെ സ്മെല്ലൂടെ ആഡ് ചെയ്താൽ മതിയേ. അപ്പോൾ എനിക്ക് ഒരു കൈ പിടിച്ചുകൊണ്ട് ചെയ്യത്തില്ല. അപ്പോൾ ഗ്ലിസറിനും സ്മെല്ലും ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങളെ കാണിച്ചു തരാവേ.